أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 53-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വിശദീകരിച്ചത്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന സംസാരമാണ്. നിങ്ങൾ എന്തിനാണ് ഈ രൂപങ്ങളെ, വിഗ്രഹങ്ങളെ വിളിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പം അദ്ദേഹം അത് കൊടുത്ത മറുപടി, ഞങ്ങളുടെ പിതാക്കന്മാർ അത് ചെയ്യുന്നതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قالوا وجدنا آباءنا لها عابدين. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قالوا أجئتنا بالحق أم أنت من اللاعبين. قالوا أجئتنا بالحق أم أنت من اللاعبين. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. ഇവിടെ നോക്കുക, ഖാലു വജദ്നാ ആബാഅന. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. വജദ്നാ ആബാഅന, അവിടെ രണ്ട് സ്ഥലത്ത് നിന്നിട്ടണം. കാരണം രണ്ട് മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്.
പിന്നെ ലഹ ആബിദീൻ, അവിടെ വഖഫിന്റെ അവിടെ നീട്ടി ഓതുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഖാല ലഖദ് ലഖദ് കുൻതും ലഖദ് കുൻതും, ഖദ് എന്നുള്ള ഹുറൂഫുൽ ഖൽഖലാണ്. അപ്പൊ ഖാല ലഖദ് കുൻതും അൻതും കുൻതും അൻതും, ഇതാണ് ശ്രദ്ധിക്കണം. കുൻതും അൻതും എന്നല്ല, കുൻതും അൻതും രണ്ടിടത്തും മണിച്ചിട്ടാണെന്നുണ്ട്. ലഖദ് കുൻതും കുൻതും അൻതും വആബാഉകും ആബാഉകും അവിടെ നീട്ടണം. ആബാഉകും ഫീ ളലാലിൻ മുബീൻ ഫീ ളലാലിൻ മുബീൻ. ളലാലിൻ മുബീൻ എന്നുള്ളത് ലലാലിൻ എന്നുള്ള തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന. അപ്പൊ എന്നിട്ട് അവിടെ മണിക്കണം. ളലാലിൻ മുബീൻ, അവിടെ ഫീ ളലാലിൻ മുബീൻ. ളലാലിൻ മുബീൻ എന്ന് ഓതാൻ പാടില്ല, എവിടെ ഇദ്ഹാർ ചെയ്യരുത്, അവിടെ ഇദ്ഗാം ബിഗുന്ന. ളലാലിൻ മുബീൻ. പിന്നെ ഖാലൂ അജിഅ്തന, ഖാലൂ അവിടെ കുറച്ച് നീട്ടണം. പിന്നെ അജിഅ്തന ബിൽ ഹഖ് നിർത്തുമ്പോൾ ഹൽ ഹഖ് നിർത്തുക. ഈ നിർത്താതെ ഓതാണെങ്കിൽ ഖാലൂ അജിഅ്തന ബിൽ ഹഖ് അം അൻത അം അൻത അം അൻത മിനൽ ലാഇബീൻ. ലാഇബ് ലാഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു. ലാഇബീൻ ലാഇബീൻ അല്ല, ലാഇബീൻ ഐനാണ്, ലാഇബീൻ. പിന്നെ ഖാല ബർ റബ്ബുക്കും, ഖാല ബൽ റബ്ബുക്കും എന്നാണ്. ഖാല ബർ റബ്ബുക്കും, അവിടെ ലാമിനെ റായിലേക്ക് കൂട്ടണം. ഖാല ബർ റബ്ബുക്കും, ബർ റബ്ബുക്കും റായിന്റെ നിയമമാണ് അവിടെ. ഖാല ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ്. ഖാല ബൽ റബ്ബുക്കും എന്നല്ല, ബർ റബ്ബുക്കും. ലാം അവിടെ സൈലന്റ് ആണ്, ലാം ഉച്ചരിക്കാൻ പാടില്ല. ബർ റബ്ബുക്കും, ബാ കഴിഞ്ഞ പിന്നെ റാമക്ക് ചാടണം. ബൽ റബ്ബുക്കും എന്നല്ല, ബർ റബ്ബുക്കും റബ്ബു സമാവാതി വൽ അർദില്ലദീ ഫത്തറഹുന്ന. നിർത്താണെങ്കിൽ ഫത്തറഹുന്ന നിർത്തണം. ഇനി നിർത്താതെ ഇതാണെങ്കിൽ വൽ അർദില്ലദീ ഫത്തറഹുന്ന വ അന അലാ ദാലികും മിനശ് ശാഹിദീൻ. ദാലികും മിൻ, അവിടെ മീമിനെ മണിക്കണം. ദാലികും മിനശ് ശാഹിദീൻ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ലഹാ ആഖിഫൂൻ. നിങ്ങൾ ഈ ഇത്തികാഫിരുന്നു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താണ് ഇപ്പൊ നിങ്ങൾ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ, കട്ടുകൊണ്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഈ രൂപങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് ഭജനം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ആളുകളോട് പറയാൻ, പിതാവിനോട് അടക്കം പറയാൻ. അപ്പോ ഇത് ഖാല ലി അബീഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്റെ പിതാവിനോട് ചോദിച്ചു, ഖൗമി, തന്റെ പിതാവിനോട് തന്നെ ഖൗമിനോട് ചോദിച്ചു. അപ്പൊ ആദ്യം പിതാവിനോട് പിന്നെ ഖൗമിനോട് ചോദിച്ചു. അപ്പൊ അവർ ഒന്നടങ്കം കൊടുക്കുന്ന മറുപടി എന്താണ്? ഖാലു, അവർ പറയുന്നു, വജദ്ന ആബാഅന ലഹ ആബിദീൻ. ഞങ്ങൾക്ക് ഇനി തെളിവ് പ്രമാണം ഉണ്ടെന്നോ അതല്ലെങ്കിൽ ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഒന്നും തെളിവല്ല. തെളിവ് മാത്രം എന്തുള്ളൂ? വജദ്ന ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, ലഹ ആബിദീൻ, അതിന് ഇബാദത്ത് ചെയ്യുന്നതായിട്ട്. അപ്പൊ അതിനെ ആരാധിച്ചിരുന്നവരാണ്, ഇത് ആരാധനയാണ് എന്നൊക്കെ അവർ എന്ത് ചെയ്യുന്നു? സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നവരാണ് എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ, ഖാല. അപ്പോൾ ഇബ്രാഹിം നബിന്റെ ചോദ്യം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന്റെ ആ ഒരു ശൈലി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാം. അദ്ദേഹം പറയാണ്, ലഖദ് കുൻതും, അപ്പൊ നിങ്ങൾ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഭജനം ഇരുന്ന് അതിന് എത്തിക്കാഫിരിക്കണ്ടല്ലോ. അപ്പൊ ഇത്
ഒരു ഉപകാരം ചെയ്യൂല, ഉപദ്രവം ചെയ്യൂല, ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ള കാര്യത്തിൽ 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾ തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇപ്പൊ ഇത് ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിശ്ചയമായും ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളാണ്, അൻതും ആബാക്കും, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കാക്കക്കാരന്മാരായ അബുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ആബാ. എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിന്റെ ശൈലി? നിങ്ങൾ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ യുവാക്കന്മാരൊക്കെ താനിച്ച മുശിരിക്കും കാഫിർ എന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞ? ഓക്കെ, വ്യക്തമായ വഴികേടിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ മുശിരിക്ക് നല്ല ഉപയോഗിച്ച് നമ്മളൊക്കെ ഷിർക്കിലാണ് കുഫർ. അത് ആ വലാലി മുബീൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? ഷിർക്കും കുഫറാണ്. പക്ഷെ ആ പറയുന്ന വാചകം വലാലി മുബീൻ വഴി തെറ്റിയവർ, വ്യക്തമായ വഴി തെറ്റിയവരാണ്, വഴികേടിലാണ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരാണ് ഇതിന്റെ മാതൃകയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നിങ്ങളുടെ പിതാക്കന്മാരുമാരാണ് വഴി തെറ്റിയവരാണ്. എന്നാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് വളരെ വ്യക്തമായി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളുടെ പിതാക്കന്മാർ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ശൈലിയുടെ ആ ഒരു എന്താ പറയാ പറയുന്നതിന്റെ ആ ഒരു ശൈലി, ഒരു ലോലത, നിങ്ങൾ വ്യക്തമായി കുഫറിലാണ്, നിങ്ങൾ നരകത്തിന്റെ ആൾക്കാരാണ് എന്ന് പറയാതെ നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് എന്ന് പറയുമ്പം അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സംഗതി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ. വലാലു മുബീൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ ശിർക്കിലും കുഫറിലുമാണെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ വലാലു മുബീൻ എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയവർ എന്ന് പറയുമ്പോഴും വഴികേടിലാണ് എന്ന് പറയുമ്പോഴും നരകത്തിലേക്കുള്ള അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന മുശ്രിക്കുകളാണ് എന്ന് പറയുമ്പോഴും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ ഒരു ഹിക്മത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്. മറ്റു നമ്മൾ അഭിസംബോധിതരായ നമ്മുടെ പ്രബോധിത സമൂഹത്തെ പ്രകോപിപ്പിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യണ്ടേ, പലപ്പോഴും ശ്രദ്ധിക്കട്ടെ. നമ്മളെന്താ വെച്ചാല് നമ്മുടെ ഒരു ദഅവത്ത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗതി നടത്തുമ്പം അത് മറ്റുള്ളവർ സ്വീകരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഗുണപാഠമാകണം എന്ന രീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. മനസ്സിലല്ലേ? അതേസമയത്ത് ചില സന്ദർഭങ്ങളിൽ രൂക്ഷമായ ശൈലികളും ആവശ്യമുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. പൊതുവെ ഉള്ള ദഅവത്തിന്റെ കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെ ഫീ വലാലി മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അപ്പൊ നിങ്ങൾ തെളിവെന്താണ്? കാരണന്മാർ ചെയ്തു എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങളുടെ കാരണന്മാരാരാണ്? വഴി തെറ്റിയവരാണ്. നിങ്ങൾക്ക് മറുപടി ഇല്ല. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഖാലു, അപ്പൊ ഒരു കുറച്ചൊന്ന് മയപ്പെട്ട്, ഇബ്രാഹിം നബി ഒന്ന് മയത്ത് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു മയപ്പെട്ടു. അവർ ചോദിക്കണം അജിഅ്തനാ ബിൽ ഹഖ്, സത്യമായിട്ടും നീ ഞങ്ങൾക്ക് ഹക്ക് തന്നെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്? പോറാടുന്നല്ല. പിന്നെ അവൻ ആട്ടില്ല, ഇബ്രാഹിം നബി നാട്ടില്ല. ഇബ്രാഹിം നബിയുടെ സംസാരം കേൾക്കാൻ പാകത്തിലുള്ള ഒരു പരുവത്തിലേക്ക് ഇബ്രാഹിം നബിയുടെ ശൈലി കൊണ്ട് അവർ മാറുകയാണ്. അപ്പൊ ഖാലു അജിഅ്തനാ ബിൽ ഹഖ്, നീ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹക്ക് തന്നെയാണോ, സത്യം തന്നെയാണോ? ജിഇത്ത എന്ന് പറഞ്ഞാൽ നീ വന്നു, ബി നിറക്കുണ്ട്. ജിഇത്ത ബി നിറ, നീ കൊണ്ടുവന്നത് ഹക്കാണോ? അം അൻത മിനൽ ലാഇബീൻ, അതല്ല നീ വെറും കളിതമാശ പറഞ്ഞ നമ്മൾ ആളെ കോഴി വെക്കാനത്, നീ കളിതമാശയായിട്ട് പറഞ്ഞതാണോ, അതല്ല കാര്യത്തിൽ പറയണോ? നീ ഹക്കുമായിട്ട് തന്നെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്, അതല്ല ഇത് കളിതമാശയായിക്കൊണ്ട് നീ സ്വീകരിക്കുന്ന വ്യക്തിയാണോ എന്ന് അങ്ങനെയുള്ളത്. ഇപ്പൊ എന്താ വെച്ചാൽ കളിതമാശ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടത്. അതൊരു ട്രെൻഡാണ്. എന്ത് നമ്മളെ ബാപ്പാരെ എതിർക്കുക, അല്ലെങ്കിൽ മുൻഗാമികളെ തള്ളുക. നമ്മള് മാത്രം എന്തുണ്ട്, നമ്മൾ കുറച്ച് ആൾക്കാർ ലോകം തിരിഞ്ഞ ആൾക്കാർ, മറ്റൊരൊന്നും എന്ത് ലോകം തിരിയാത്ത ആൾക്കാർ. ഇപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു അവസ്ഥ തന്നെയാണല്ലോ. ഓലാണ് ഇപ്പൊ ലോകത്ത്. നമ്മളൊന്നും ഈ 60-70 വയസ്സിലൊന്നും ലോകം കണ്ടോരല്ല. അവരൊക്കെ പോയി ചന്ദ്രനിൽ ഇപ്പൊ എന്തെങ്കിലും ഇറങ്ങിയാവുന്നുണ്ട്. നമ്മളോർത്തര് നമ്മുടെ ചെക്കന്മാരൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിന് അതിന്റെ ഒരു ഇത് എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാല് നിങ്ങൾക്ക് എന്താ അറിയാം, ഈ താടി നരച്ച് വയസ്സായ ഓർക്കൊന്നും അറിയില്ലല്ലോ, ശരി തന്നെയാണ്. പക്ഷെ എന്തായാലും അള്ളാന്റെ ഭൂമിയിൽ നിങ്ങളെക്കാൾ മുമ്പ് ഇവിടെ ജനിച്ച്
ഈ ഭൂമിയിൽ വെള്ളം വായും ജീവിച്ച ആൾക്കാരനല്ലോ ഓൾക്ക് ഹിബ്രത്ത് തജ്രിബ എന്നൊരു സാധനമുണ്ട്. ഇൽമ് വേറെ, ഹിബ്രത്ത് വേറെ. മനസ്സിലായില്ലേ? എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ ജോലി കമ്പനിയിലൊക്കെ ജോലി ഓന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തൊക്കിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത 10 കൊല്ലം ജോലി എടുത്തതാണെങ്കിൽ ഓനാണ് കമ്പനി എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യും. അവന് ചിലപ്പോൾ കടലാസൊക്കെ കുറവായിരിക്കാരം, പക്ഷെ എന്തുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞാൽ കാണാം. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സദസ്സിൽ പ്രായമുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്ത്, അല്ലെങ്കിൽ പ്രായമുള്ളവരോട്, പ്രത്യേകിച്ച് അൻസാരികളൊക്കെയുള്ള പ്രായമുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഒരു അനുവാദം അല്ലെങ്കിൽ പ്രത്യേകമായൊരു പിന്നെ സംഗതികൾ ശുറ ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാത്ത കാര്യങ്ങൾ പലതും ചെയ്യും, അവർക്കറിയും. സാധാരണ നമ്മൾ പറയാറുണ്ട്, മൂത്തവരുടെ വാക്ക് നെല്ലിക്ക പോലെയാണ്. കാരണം എന്താ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന. എന്നാൽ കാരണന്മാരെ വാക്ക് അത് ആയി ആകാക്കൊന്നും തിരികാന്ന് ഇപ്പം പറയും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പറയും മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ശരി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇവിടെ അതാണ് ലാഇബ് എന്ന് പറയുന്നത്. നീ ഞങ്ങളെ കളിതമാശയാക്കുകയാണോ, അതല്ല ഇത് ഗൗരവത്തിൽ നീ ഹക്കായിട്ട് കൊണ്ടുവന്നതാണോ? ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ ചോദിക്കാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അപ്പൊ ഇത് ഞാൻ എൻ്റെ ഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ ആരാധിക്കുമ്പോൾ ആ ആരാധിക്കുന്ന ഒരു ന്യായം വേണം. അതിന് ഇബ്രാഹിം നബി പഠിപ്പിക്കാൻ വേണം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ കല്ലിനെ ആരാധിക്കുകയാണെങ്കിൽ അതിന് ന്യായം ഉണ്ടാവണം. ഈ ന്യായം എന്താ? നിങ്ങളെന്നെ ഒത്തുണ്ടാക്കി, നിങ്ങളെന്നെ ആ വിഗ്രഹത്തിന് ഇപ്പം നിങ്ങൾ എന്താണ്, തുമ്പിക്കൈ ഉണ്ടെങ്കിൽ തുമ്പിക്കൈ ഉണ്ടാവും. ഈ തുമ്പിക്കൈ വേണ്ട നിങ്ങൾ തീരുമാനിക്കാൻ തുമ്പിക്കൈ ഉണ്ടാവില്ല, അങ്ങനെയല്ലോ. അല്ലാതെ വിഗ്രഹം സ്വന്തം പറയില്ല ഇപ്പൊ എനിക്കൊരു തുമ്പിക്കൈ ഉണ്ടായിക്കോട്ടെ, തുമ്പിക്കൈ ഉണ്ടാവില്ലല്ലോ. ഈ കലാകാരൻ എന്താണോ കൊത്തി ഉണ്ടാക്കുന്നത് അതായിരിക്കും ആ വിഗ്രഹം, അല്ലെങ്കിൽ അതായിരിക്കും ആ രൂപം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് വെച്ചാൽ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധിക്കേണ്ടത്? റബ്ബുക്കും, യഥാർത്ഥത്തിൽ നിങ്ങളുടെ റബ്ബാരാണ്? ഈ വിഗ്രഹമാണോ? അല്ല, റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് നിങ്ങളുടെയും റബ്ബ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഈ ചെറിയ കല്ലും മുട്ടിയും മരവും മണ്ണും മണ്ണാങ്കട്ടിയൊന്നുമല്ല നിങ്ങളുടെ റബ്ബ്. ഇത് ഭേദന മനുഷ്യന് മനസ്സിലാവുമല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ റബ്ബാരാണ്. ഖാലബൽ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാരാണ് റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് തൗഹീദുർ റുബൂബിയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദുൽ ഉലൂഹിയ്യത്ത് സ്ഥാപിക്കാൻ. കാരണം എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല? ഇത് നിങ്ങളുടെ റബ്ബല്ല. റബ്ബാണെങ്കിൽ ഇതിനെ ആരാധിക്കാൻ പാടില്ല. തൗഹീദുർ റുബൂബിയത്തിലൂടെ തൗഹീദുൽ ഉലൂഹിയ്യത്ത് സ്ഥാപിക്കാൻ. ഖാല റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിഹയിലൊക്കെ നമുക്ക് കാണാം, ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, പിന്നെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആദ്യത്തെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തിന്റെ റബ്ബ് എന്ന് അംഗീകരിക്കുന്നവരോട് ആ അള്ളാഹിനെ ആരാധിക്കാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് അമ്പിയാക്കന്മാർ അധികവും തൗഹീദ് റുബൂബിയത്ത് പറയാതിരുന്നത്? എന്തുകൊണ്ടാ? അള്ളാഹാണ് ഈ ലോകത്തിന്റെ റബ്ബ്, അള്ളാഹാണ് ഈ ലോകം ഉണ്ടാക്കിയെന്ന് അമ്പിയാക്കന്മാർ പ്രധാനമായിക്കൊണ്ട് പറയാതിരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അവര് വന്ന കൗമിൽ ഇതൊന്ന് നിഷേധിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്, കുറച്ചേ ഉള്ളൂ. അവരല്ല പരിഗണിച്ചിട്ടൊന്നുമില്ല. കാരണം മഹാഭൂരിപക്ഷത്തെയാണ് അള്ളാഹ് എപ്പോഴും എന്ത് ചെയ്യുക, പരിഗണിക്കുക. മറ്റൊരു ഈ ലോകത്ത് ഉണ്ടാക്കിയത് പടച്ചവനാണെന്ന് വിശ്വസിക്കാത്തവന് ഭൂമിയിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത്രയും മുത്തക്കബ്ബരീങ്ങളായിട്ടുള്ള ആളുകളുണ്ടായിട്ടുള്ളൂ. അധിക ആളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ ആ റബ്ബ് അള്ളാഹു ആണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പൊ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ച ഒരാൾക്ക് തൗഹീദുൽ ഉലൂഹിയ്യത്ത് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. തൗഹീദ് റുബൂബിയത്ത് അത് അംഗീകരിക്കണം. അള്ളയാണ് രക്ഷ. അതുകൊണ്ടാണ് വലിയ സാൽത്തുഹും മൻ ഖലഖ സമാവാതി വൽ അർദ്
ലിയഖൂലുല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്. നിങ്ങളുടെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹെന്ന് പറയും. മഴർക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹെന്ന് പറയും. ഭക്ഷണം തരുന്ന ആരെന്ന് ചോദിച്ചാൽ അള്ളാഹെന്ന് പറയും. അതൊക്കെ നമ്മളെ കൗമിച്ച ആൾക്കാർ മാറ്റി പറയട്ടെ, അത് വേറെ വിഷയം. ഒമ യുദബ്ബിറുൽ അംറ, മുദബ്ബിറുൽ ആലം ആരാന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? അതാണ് നമ്മളെ കൗമിനോട് വെച്ചാൽ എന്താ പറയാ? മറ്റേ ആളാണ്. ശരിയല്ലേ? ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ മസായിൽ ജാഹിലിയ എന്ന കിതാബിൽ പറഞ്ഞ വാചകമുണ്ട്. അതായത് അൽ മുശ്രിക്കു സമാനിനെ, നമ്മുടെ നാട്ടിലെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവരെക്കാൾ മോശം. കാരണം എന്താ പറയുക? കാരണം അവര് അള്ളാഹ് അപ്പൊ എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. ആ റബ്ബാണ് നിങ്ങളോട് ഇത് ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തൗഹീദ് റുബൂബിയ്യത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ നമ്മുടെ അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ മേഖല ഇതാകാതിരുന്നത്, അമ്പിയാക്കന്മാർ നിയോഗിക്കപ്പെട്ട എല്ലാ സമുദായങ്ങളും തൗഹീദ് റുബൂബിയ്യത്തിന് അംഗീകരിച്ചവരായിരുന്നു. എന്നാൽ അതിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അബദ്ധങ്ങളൊക്കെ തിരുത്തിയിട്ടും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിനാണ്. കാരണം തൗഹീദുൽ റുബൂബിയ്യത്ത് അംഗീകരിച്ചു കഴിഞ്ഞ ആളുകളിൽ സ്വാഭാവികമായിക്കൊണ്ടും തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അമ്പിയാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 7 ആകാശങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റബ്ബുസ് സമാവാതി എന്ന് പറയുമ്പം അവരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ലല്ലോ. എന്ത് 7 ആകാശങ്ങൾ, സമാവാത്തോടെ ഭൂമി ഒന്നല്ലോ 7 ആകാശങ്ങളൊക്കെ എന്ന് ചോദിക്കൂലേ? പക്ഷെ അവര് അത് അംഗീകരിക്കുന്നു. അല്ലദീ, എങ്ങനെയുള്ള ഫത്തറഹുന്ന, ഫത്തറ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, ഖലഖ എന്നർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബുസ് സമാവാതി വൽ അർദി അല്ലദീ ഫത്തറഹുന്ന, അവൻ എങ്ങനെയുള്ള ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചവനാണ്. അപ്പൊ ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നും സൃഷ്ടിക്കാത്ത, ഒരു വസ്തുവും ഉപകാരം ചെയ്യാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിങ്ങൾക്ക് നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതാണ് ഇബ്രാഹിം നബിയുടെ ചോദ്യം. നമ്മളെ സൃഷ്ടിച്ചത് ഈ വിഗ്രഹമല്ല, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ചവനാണ്. അപ്പൊ ആ പടച്ചവന് കൊടുക്കേണ്ട ഇബാദത്തും സുജൂദും നിങ്ങൾ ആരും സൃഷ്ടിച്ചിട്ടില്ലാത്ത, നിങ്ങൾ പടച്ചുണ്ടാക്കിയ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കൊടുക്കുകയാണോ? ഇത് ഇബ്രാഹിം നബി അന്ന് ചോദിച്ച ചോദ്യമാണ്, ഇന്നും പ്രസക്താണ്. കാരണം നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബാണ്. വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. 2 രീതിയിൽ വ്യാഖ്യാനങ്ങൾ കാണാം. ഒന്ന്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് എന്താണ്, ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന് ഞാൻ സാക്ഷിയാണ്. അതേപോലെ തന്നെ വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ, അല്ലാഹു ആണ് ഇതിനെ സൃഷ്ടിച്ചത് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊന്നില്ല, ഒരു സംശയവും ഈ വിഷയത്തിൽ ഇല്ല. രണ്ടായിരുന്നാലും ഏകദേശം ഒരു ആശയം തന്നെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ റബ്ബ്. അതല്ലാതെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഈ ആരാധ്യ വസ്തുക്കളല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അറിയിക്കാം. അപ്പോ സ്വാഭാവികമായിക്കൊണ്ടും ഈ മുശ്രിക്കുകളായ ആളുകളോട് എന്താ വെച്ചാല് ചിലപ്പോ ഒന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് കേൾക്കാത്തവരെ ഇനി എന്താ വെച്ചാല് അവർക്ക് കണ്ടറിയാത്തവന് കൊണ്ടറിയെന്നൊക്കെ പറഞ്ഞില്ലേ?
അപ്പം അങ്ങനെ ഹിക്മത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പയറ്റണം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഹിക്മത്തായുള്ള പറഞ്ഞത്. ഇനി നമ്മുടെ നാട്ടിൽ പിന്നെ പ്രായോഗികമാക്കാൻ പറ്റുമെന്നല്ലാതെ നമ്മൾ ഒരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒറ്റക്കാണ്. മാത്രമല്ല അതിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ ആയത്തിൻ്റെ മുമ്പ്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഈ പിതാവ് അടക്കമുള്ള സമൂഹത്തിൻ്റെ വിഗ്രഹങ്ങൾ ഇബ്രാഹിം നബി തകർക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ആ വിഷയത്തിൽ വന്ന തഫ്സീർ വന്ന ചില സംഗതികൾ പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ശ്രുതി പറയാണ്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്കാണ് വത്തല്ലാഹി, പടച്ചോനെ തന്നെയാണ് സത്യം, ലഅകീദന്ന അസ്നാമക്കും, ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഒരു കുതന്ത്രം പ്രയോഗിക്കുന്നു, കൈത് പ്രയോഗിക്കും. ലഅകീദന്ന അസ്നാമക്കും, നിങ്ങളുടെ സ്വനമുകളുടെ വിഷയത്തിൽ ഞാൻ ഒരു കുതന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. എപ്പോ ബഅദൻ തുവല്ലു മുദ്ബിരീൻ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം, അഥവാ നിങ്ങൾ നിങ്ങളുടെ ആരാധന പെരുന്നാളിന് എല്ലാവരും നാട്ടിൽ നിന്ന് പോയതിന് ശേഷം ഞാനൊരു കുതന്ത്രം പ്രയോഗിക്കും. അപ്പോൾ അതിൻ്റെ തഫ്സീറിൽ പിന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഗതി ഉണ്ട്, തഫ്സീർ വിഭാഗത്തിലൊക്കെ കാണാം. അത് കാനലഹും ഫി കുല്ലി സനത്തിൻ മുസ്തമഉൻ വഈദുൻ, അതായത് എല്ലാ വർഷവും ഓൽക്കൊരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഉറൂസ്, ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അങ്ങനെ വക്കാനു ഇദാ റജഉ മിൻ ഈദിഹിം, ആ ഉത്സവം കഴിഞ്ഞു വന്നാൽ ഒരു ജാറത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു പൂരോ എന്ത് നേർച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് അത് കഴിഞ്ഞു വന്നാൽ ദഖലു അലൽ അസ്നാം, അവർ നേരെ എടുക്കാൻ വരിക ഈ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഫസജദു ലഹു ഫസജദു ലഹ, എന്നിട്ട് വിഗ്രഹങ്ങൾക്ക് എല്ലാം സുജൂദ് അവർ ചെയ്യും. ഇതൊരു പതിവാണ്. സുമ്മ ആദു ഇലാ മനാസിരിഹിം, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഒരു വീടുകളിലേക്ക് തിരിച്ചു പോവാം. ഒരാ നേർച്ച അല്ലെങ്കിൽ ഉത്സവം പൂരം കഴിഞ്ഞു വന്നാൽ നേരെ അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് കയറും, ഇതിനെ സുജൂദ് ചെയ്തിട്ട് എന്നിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഈ വർഷത്തെ നമ്മൾ ഉറൂസിന്റെ സമയമായി. അപ്പോ ഇബ്രാഹിം നബിന്റെ ഖാല അബൂ ഇബ്രാഹിം ലഹു, ഇബ്രാഹിം നബിന്റെ വാപ്പ ഇബ്രാഹിം നബിന് പറഞ്ഞു, യാ ഇബ്രാഹിം ലോ ഖറജ്ത മഅനാ ഇലാ ഈദിന അഅജബക ദീനുന, ഇബ്രാഹിമേ ചെന്ന് നോക്ക് ഞങ്ങളൊപ്പം, ആ ഞങ്ങളെ ഈദെങ്ങാനും കണ്ടാൽ അന്നെ അത്ഭുതപ്പെടുത്തും. അമ്മമാരി സാധനങ്ങൾ ചെന്ന് നോക്ക് വെറുതെ. ആഹാ, അവിടെ ചാറ്റിൽ കൊട്ടിയും ഊഞ്ഞാലും പി ഒക്കെ ഉണ്ടാവുമല്ലോ. അത് പണ്ടുകാലം മുതൽക്കുള്ളതാണ്. ഈ മറ്റേ ചണ്ടും മേളം മദ്ദളൊക്കെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ എല്ലാ മുഖാമ്പ തസ്ദിയ എന്നറിയില്ല, മുശ്രിക്കീങ്ങളായ ആളുകളുടെ തവാഫ് എങ്ങനെയായിരുന്നു, ചൂളം പുളിയും ചെണ്ടമുട്ടൊക്കെയാണ്. അതാണ് മാലയിലുള്ള മുന്നന്തൂടി മുട്ടി കാവാന് പിന്നെ തവാഫ് ചെന്ന് പറഞ്ഞാൽ മുന്നന്തൂടി മുട്ടിലൊക്കെ ജാഹിലിയത്തിന്റെ സമ്പ്രദായമാണ്. അപ്പൊ ഇബ്രാഹിം നബിന്റെ വാപ്പ പറഞ്ഞു, മോനെ ഞങ്ങളിപ്പോ ഒന്ന് പോന്നു നോക്ക്, ജോലി വലിയ മാണ്ടാറക്കുന്നു, ഞങ്ങളിപ്പോ എങ്ങാനും പോകുന്നതെങ്ങാനും കണ്ടാൽ ആജബക ദീനുന, ഞങ്ങളുടെ ദീനിൽ നിന്നെ അത്ഭുതപ്പെടുത്തും. അപ്പൊ ഇബ്രാഹിം നബി ഫഖറജ ഇബ്രാഹിം പിന്നെ മഅഹു, ഇബ്രാഹിം നബി എന്ത് ചെയ്ത് പലപ്പോഴും പോയി കൊടുത്തു. അങ്ങനെ ഫലമ്മാ കാന ബിബഅദി ത്വരീഖ്, അങ്ങനെ പകുതി എത്തി വഴിയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നി സഖീം, ഔ കിഞ്ഞു വെച്ച എനിക്കെന്തോ. അപ്പൊ അദ്ദേഹം പറയാണ്, യഖൂലു അസ്തക്കി റിജ്ലി, എൻ്റെ കാല് ഭയങ്കര വേദന ഉണ്ട്, എനിക്ക് ഇനി നടക്കാൻ വെച്ച, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല, ഞങ്ങോട്ട് വരില്ല, ഞാൻ പരീക്ഷയ്ക്ക് പോവാ എന്ന് ഇബ്രാഹിം നബി എന്ത് ചെയ്ത് അങ്ങനെ പറഞ്ഞു. ഫലമ്മ മതോ, അപ്പൊ എന്നായിക്കോട്ടെ, എനിക്ക് സുഖമില്ലല്ലോ എന്ന് വെച്ചാൽ കൊണ്ട കാലുണ്ടെങ്കിൽ പിന്നെ കാലുകാലം ഉണ്ടാവല്ലോ. അപ്പൊ അസ്തക്കി രിജിലി, എനിക്കെന്താണ് കാലിന് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോരില്ല. അങ്ങനെ ഫനാദ
ഫലമ്മ മബൗ, അങ്ങനെ ഒരു അതായിക്കോട്ടെ വേണ്ട അങ്ങോട്ട് പോയി. അപ്പൊ ഈ ഒന്നിച്ചാണ് പോണത് എല്ലാവരും കൂടി. അപ്പോ കുറച്ച് ബേക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി മെല്ലെ പറഞ്ഞു, തല്ലാഹിലാക്കിയതന്നാസ്നാമക്കും ഇതാൻതമ്മുതുവരി, നിങ്ങളൊക്കെ പോയിട്ടാണ് എനിക്കൊരു കാര്യം ചെയ്യാണ്ട് ഇവിടെ എന്നെന്ത് ചെയ്തു. അപ്പഴാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. ഇത് പറഞ്ഞത് ഇബ്രാഹിം നബി എന്താണ്, യാനി ഖാല ഹാദാ ഇബ്രാഹിം സിർറൻ, ഒരു കുറച്ച് പതുക്കെ പറഞ്ഞു, ഓർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതെന്ത് ചെയ്തു, ഫസമിഉഹാ മിൻഹും, 2-3 ആൾക്കാർ ഇത് കേട്ട്. ആര്? ഇബ്രാഹിം നബി ഇത് പറഞ്ഞ വാചകം ഈ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, കേട്ട്. അപ്പോൾ പിന്നെ ഓർക്കത് അപ്പം മനസ്സിലായില്ല, തല്ലാഹിലാക്കി തന്നെ അസ്നാമക്കും ബാധ ഇതെല്ലാം മുതുബിരി എന്നുള്ളത്. നിങ്ങളിത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു കുതന്തരക്ക് ബ്രേക്കാണ്ടെന്ന് ആവശ്യം ഓർക്കത് മനസ്സിലായില്ല. അങ്ങനെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു, സുമ്മറജ ഇബ്രാഹിമില ബൈത്തിൽ ആലിഹ, ഇബ്രാഹിം നബി ആ വിഗ്രഹങ്ങൾക്കൊടൊക്കെ വീട്ടിൽ പിന്നെ അതിന്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക് പോയി. വഹുന്ന ഫി ബഹവിൻ അലീമിൻ മുസ്തഖ്ബിൽ ബാബിൽ ബഹവി സനമിൻ അലീം, എന്നൊരു വിശാലമായിട്ടുള്ള ഒരു പിന്നെ ഒഴിഞ്ഞ്, അതായത് ഒരു എന്താ പറയുക, റൂമിൽ എല്ലാവരും ഒന്നിച്ചുണ്ട്. തുടക്കത്തിൽ പിന്നെ വാതിൽക്ക് തന്നെ ഒരു സനമുൻ അലീമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ മുത്താള്, അതാ കാരണമില്ല, വലിയ വിഗ്രഹം, വലിയ താപത്തുണ്ട്. അങ്ങനെ പിന്നെ അതിന്റെ ജമ്പിൽ എന്തുണ്ട്, അസ്ഗറുമിനു, അതിന്റെ സൈഡിൽ അതിനെക്കാട്ട് ചെറിയൊരു വിഗ്രഹമുണ്ട്. അസ്നാമു ബഅദുഹാ ഇലാ ജംബി ബഅദിൻ, എല്ലാ വിഗ്രഹങ്ങൾ ഒന്നിങ്ങനെ ഒട്ടിക്കൊട്ടിക്കാണ് ഇങ്ങനെ തട്ടിച്ച് നിൽക്കുന്നത്. പിന്നെ കുല്ലു സലമിൻ യലിഹി അസ്ഗർ മിൻഹു, അപ്പൊ ഇങ്ങനെ വലുതുനിന്ന് ചെറുതുക്കാണ് എന്ന് പറഞ്ഞാൽ, ചെറുതുനിന്ന് ഇങ്ങനെ വലിയ വിഗ്രഹം അവിടെ ചെറുത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇലാ ബാബിൽ വഹി. അങ്ങനെ ഫൈദാഹും ഖദ് ജഅലൂ തആമൻ ഫവദഉഹു ബൈന യദി ആലിയ, ഒരു പോയപ്പോൾ എന്താ വെച്ചാല് ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ കുറെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറെ ഫുഡൊക്കെ തിന്നാനൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പം പിന്നെ അവർ പറയലെന്താ വെച്ചാല്, ഇതാ റജഅന വഖദ് ബറക്കത്തിൽ ആലിഹത്തു ഫി തആമിന അക്കൽന, അപ്പൊ ഞങ്ങൾ ഇവിടെ ഭക്ഷണം വെച്ച് പോയാലേ, ഇപ്പൊ ഞങ്ങൾ ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ഉറുസൊക്കെ കഴിഞ്ഞാൽ വരുമ്പം ഇവിടെ ബാക്കിയുള്ള ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ഭക്ഷണത്തിലൊക്കെ ഈലാഹുകൾ എന്തായിട്ടുണ്ടാവും, ബർക്കത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പോയി വരുമ്പോഴത്തിന് ഈ ഭക്ഷണത്തിന് എന്തുണ്ടാവും, ബർക്കത്തുണ്ടാവും. അപ്പൊ ആ ബർക്കത്തുള്ള ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാ, തിന്നാം. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വെക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ജാറത്തിൽ കാണിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തിരൂരിന്ന് ഇവിടേക്ക് പോകുമ്പോൾ കാണാം, ആലത്തിരിക്ക് പോകുമ്പോൾ അല്ല എന്താണ് മറ്റേ 2 ജാറുള്ള സ്ഥലത്തെന്താ, തിരൂര് എന്താണ്, എന്താ തിരുവന ഒരു വിവാദമായി നിറച്ചെടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പഴക്കൊല്ലാണ്. ആ ഷെയ്ഖ് 2 ജാറുണ്ട്, എൻ്റെ പേര് ഇപ്പം തൊള്ളിയിട്ടില്ല. കുറച്ച് ഇപ്പുറത്ത് ജാറുണ്ട്, അപ്പുറത്ത് ജാറുണ്ട്. അതായത് അപ്പൊ 2 ജാറ് എങ്ങനെ വെച്ചാൽ ഇപ്പൊ രണ്ടിടത്തും കിടക്കുന്ന അതിന്റെ അടി കൂടെ ഇതിൻ്റെക്കും അല്ലാഹു. അത് അവിടെ വെച്ചാൽ പഴക്കൊലയാണ് മൂപ്പര് കാര്യമായിട്ട് പഴമാണ് മൂപ്പര് തിന്നീന്. അവെന്താ വെച്ചാൽ പഴക്കൊല അവിടെ ഉണ്ട്. ഈ കടയിൽ ആ കടക്കാരൻ്റെ നോക്കണം, ഒരു 10-25 കൊല മതി. ആ കൊല അവിടെ വാങ്ങിയിട്ട് അവിടെ നിറച്ചാക്കും. അപ്പുറത്തോടെ വന്നാണ്ട് പിന്നെയും ഇവിടെ നോക്കും, പിന്നെ വേറെ ആൾ വാങ്ങും, പിന്നെ അവിടെ ഉണ്ടാക്കും, അപ്പുറത്തോടെ വന്നാണ്ട് പിന്നെയും നോക്കും. ആ ഒരു പഴക്കൊല കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തിന് 1000-10,000 ഉണ്ടാക്കാം. ഇതെല്ലാ കാലത്തുള്ള തന്നെയാണ്. ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഇത് എന്തിനാണ് ചോദിച്ചാൽ എന്താണ്, അവർ മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വിചാരിക്കുക എന്താ വെച്ചാൽ ഈ വിഗ്രഹങ്ങൾ ഇതിലെന്തിട്ടുണ്ടാവും, ബർക്കത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ബദരീങ്ങളാണ്ടിനൊക്കെ ചോറ് കൊടുക്കണ്ടേ നിങ്ങള്. നമ്മളെ കല്യാണത്തിന് ചോറ് വെക്കുന്ന ആൾ തന്നെയാണ് ആ ചോറും വെക്കല്. അതേ പിന്നെ അതേ നെയ്യും അതേ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ബദരീങ്ങളാണ്ടിന് ചോറ് വാങ്ങാൻ വേണ്ടി ഭരിക്കണ്ട് നിങ്ങൾ മലപ്പുറത്തൊക്കെ പോയിക്കാണ്. സുബ്ഹാനല്ലാഹ്. അതെന്താ വെച്ചാൽ അതിലെന്തുണ്ട്, ഒരു പ്രത്യേക ബർക്കത്തുണ്ട്. അപ്പൊ സംസമിന് ബർക്കത്തുണ്ട് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അത് നബി പറഞ്ഞുകൊണ്ടുണ്ടായതാ, മനസ്സിലായത്.
അപ്പൊ റസൂൽ പറഞ്ഞു നമുക്ക് ബർക്കത്തുണ്ടെങ്കിൽ ഹജർ റസൂൽ ബർക്കത്തുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചോറിൽ ബർക്കത്തുണ്ടെങ്കിൽ നബി എന്തായാലും പറയാക്കില്ലല്ലോ. അപ്പൊ അതില് പിന്നെ അത് എന്താ വെച്ചാല് എനിക്കറിയാം, ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാണ് ആ ബദരീങ്ങളാണ്ടിന്റെ ചോറ് ഉണക്കിയിട്ട് പൊടിച്ചു വെക്കും ഒരു കൊല്ലത്തിന്. എന്ത് ചെയ്യും? എല്ലാവരും ഇല്ല കേട്ടോ. അപ്പൊ അതിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ എടുത്തിങ്ങനെ വെള്ളത്തിൽ കെട്ടിട്ട് ഇങ്ങനെ കഴിക്കും. എന്നാൽ അതൊരു സംസം വെള്ളം പോലെ, അതിൽ സംസമിനെ പോലെ പുണ്യമായി കാണുന്ന അവസ്ഥ. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ ഇതിന്റെ മുൻപ് വെച്ചിട്ടുണ്ട്. അപ്പോ ഇബ്രാഹിം നബി കയറുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ എന്തുണ്ട്? ഫുഡുണ്ട്. അത് ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ എത്ര നേരം എന്ത് തിന്നിട്ടില്ലേ? നിങ്ങളെന്താ തിന്നണില്ലേ? ഇതൊന്നും നിങ്ങളെ മുമ്പിൽ എന്താ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ തിന്നണില്ലേ? ഇസ്തിഹ്സ, പിന്നെ പരിഹാസം. അപ്പോ മാലം ഫലം വെച്ചു ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ അടുത്ത ചോദ്യം, മാലക്കും ലാത്തന്തിക്കും, നല്ല ജനങ്ങളൊന്നും ഉണ്ടാത്ത്. ഇബ്രാഹിം നബി എന്തിനാണ് ഒരു അവരെ കളിയാക്കാൻ വേണ്ടി ചോദിക്കാൻ. അങ്ങനെ ഫറാഹ അലൈഹിം ദർബൻ ബിൽ യമീൻ, അങ്ങനെ വലത്തെ കൈ കൊണ്ട് തുടങ്ങി എല്ലാത്തിനും എന്ത് ചെയ്തു? കൊത്തി താഴ്ത്തിട്ട്. വജഅല യക്സിറുഹുന്ന ഫീ യദിഹി ഹത്താ ഇദാ ലം യബഖ ഇല്ല സനമുൽ അക്ബർ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാതിൽക്കൽ വെക്കണ വലിയ മുപ്പുണ്ടല്ലോ, ഓന്റെ കഴുത്തിൽ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅല്ലഖൽ ഫഅസ ഫീ ഉനുഖിഹി, അങ്ങനെ കഴുത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കോടാലി തൂക്കിയിട്ട് സുമ്മ ഖറജ. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അവിടുന്ന് പോയി. ഫദാലിക ഖൗലുഹു അസ്സ വജല്ല, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ ആയത്ത്. തല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. നിങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം, അഥവാ പിരിഞ്ഞു പോകുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, നിങ്ങൾ ഈദിന് വേണ്ടി പിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങളുടെ ഈ വിഗ്രഹത്തിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചില കുതന്ത്രങ്ങൾ പയറ്റുന്നതാണ് എന്ന് അള്ളാഹു പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണല്ലോ, ഒരു പ്രവാചകന്റെ ചെയ്തി എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയില്ലാതെ ഒരു സംഗതികൾ എന്ത് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇബ്രാഹിം നബിയുടെ ശരീഅത്ത് അദ്ദേഹം പ്രവർത്തിച്ച കാര്യത്തിൽ അതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. ഇബ്രാഹിം നബി തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ശരീരത്തിന് വിലക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കരുത്. റസൂലുള്ളാഹി ജീവിതത്തിൽ തന്നെ പാടുണ്ടല്ലോ. പക്ഷെ ഈ ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല? ആക്ഷേപിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പൊന്ന് പറ്റുവെച്ചാൽ പറ്റൂല. ഇത് മാത്രല്ല, അള്ളാഹ് പറഞ്ഞ വലാ തസബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത പറയാൻ പോലും പാടില്ല. അങ്ങനെ സഭ്യമല്ലാത്ത സംസാരങ്ങൾ സംസാരിക്കരുത്. ഇത് ഇസ്ലാമിന്റെ അസ്ലാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ ഫയസബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി, അവരെന്ത് ചെയ്യും? അള്ളാഹ് നിങ്ങളുടെ ചീത്ത അറിയും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ മറ്റൊരാളെ വാപ്പാനെ ചീത്ത അറിയാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റവന്റെ വാപ്പാനെ ചീത്ത അറിയാൻ പാടില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? അവന്റെ വാപ്പാനെ ചീത്ത അറിയും. അപ്പൊ നിന്റെ വാപ്പ ചീത്ത കേൾക്കാൻ, നിന്റെ വാപ്പ ചീത്ത പറയപ്പെടാൻ ആരാ കാരണക്കാരൻ? നീയാണ്. അപ്പൊ നീ നിന്റെ വാപ്പാനെ ചീത്ത പറഞ്ഞാലായി. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അള്ളാഹു ശപിച്ചിരിക്കുന്നു സ്വന്തം പിതാവിന് ചീത്ത പറഞ്ഞവൻ. അപ്പൊ സഹാബത്ത് ചോദിക്കാൻ, റസൂൽ ആരാ സ്വന്തം പിതാവിന് ചീത്ത അറിയാ? ഇന്നിപ്പോ അന്ന് വിഷയമല്ലപ്പോ. ഇന്നിപ്പോ എന്താ വെച്ചാലൊക്കെ തന്തവൈബും തള്ളവൈബിന്റെ കാലമല്ലപ്പോ. എന്ത് വാപ്പാരൊക്കെ പറഞ്ഞ വിടുന്ന കാലമാണ്. സ്വന്തം പിതാവിനെ ചീത്ത പറയുക എന്നുള്ളവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നബി പറഞ്ഞിടത്ത് എന്താ വെച്ചാൽ ഇൻഡയറക്റ്റ് ചീത്തയാണ്, നേർക്കുനേരല്ല. നീ അവന്റെ വാപ്പാനെ ചീത്ത അറിയും, അപ്പോ ആൾ നിന്റെ വാപ്പാനെ ചീത്ത അറിയും. അപ്പൊ എന്താ ഉണ്ടാകുക? നിന്റെ വാപ്പാനെ ചീത്ത അറിഞ്ഞല്ലോ. അതുകൊണ്ട് നീ മറ്റുള്ളവരുടെ ചീത്ത അറിയുമ്പോൾ, ഇലാഹുവിനെ ചീത്ത അറിയുമ്പോൾ അവർ അള്ളാഹിനെ ചീത്ത അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹിന്റെ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
വിഗ്രഹത്തെ കാബന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്ത് പുറത്തിട്ട്. മക്കം ഫത്ത് എന്നുണ്ടാണ് ഹിജ്റ എത്ര അറിയോ? ഹിജ്റ എത്ര മക്കം ഫത്ത് ഉണ്ടാണ്? അതൊക്കെ അറിയില്ല. മക്ക ഫത്ത് കേട്ടില്ല നമ്മള്? നബി മക്ക ഫത്ത് ആക്കി കേട്ടില്ലേ? ഹിജ്റ 8ാമത്തെ വർഷം. ഹിജ്റ 8ാമത്തെ വർഷമാണ് ഇതിന് മക്കം ഫത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 13 കൊല്ലം നബി എവിടെ നിന്നു? 13 മക്കത്തുനിന്നു. അതിന് ശേഷമാണ് ഹിജ്റ വന്നത്. മനസ്സിലായോ? അപ്പൊ 13 പ്ലസ് ഒരു 8 കൊല്ലുണ്ട്. ഇപ്പൊ എത്രയായി? 13 തൊട്ട് എത്ര? ആരും സ്കൂളില്ലേ? മാഷന്മാരെ കൂടെ ഇരിക്കണ്ടല്ലോ. 21 നുബൂവത്തിന്റെ ഏകദേശം എത്ര വർഷമുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷവും അതുപോലെ തന്നെ 13 21 വർഷക്കാലം പ്രവാചകൻ തിരിസ്കരിച്ചത് എവിടുക്കാണ്? അതെല്ലാവരും കൂടെ ആലോചിച്ച് നോക്കണം. ഹിജ്റ 6ാമത്തെ വർഷം നബി ഇവിടേക്ക് വന്നു. ഹുദൈബിയ സന്ധി ഉംറക്ക് വന്നല്ലോ. അന്ന് ഉംറ കഴിഞ്ഞില്ല. പക്ഷെ ഹിജ്റ 7ാമത്തെ വർഷം നബി ഉംറ ചെയ്തു. അപ്പൊ ഉംറ ചെയ്യുമ്പോ തവാഫില്ലേ? ആ തവാഫ് ചെയ്യുമ്പോ ആ കാബന്റെ ഉള്ളിൽ എന്തുണ്ട്? വിഗ്രഹമുണ്ട്. നബി തവാഫ് ചെയ്യുമ്പോൾ ആ കാബന്റെ ഉള്ളിൽ 300 ചില്ലാനം വിഗ്രഹമുണ്ട്. നബി എടുത്ത് പുറത്തിട്ടോ? നബിക്ക് അപ്പം ചെയ്തിട്ടില്ല, അധികാരം കിട്ടിയിട്ടില്ല. അപ്പൊ കാബന്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ തവാഫിന് എന്ത് ചെയ്യണില്ല? ബാധിക്കണില്ല. ശരിയല്ലേ? അപ്പൊ അത് മാത്രമല്ല, റസൂലുള്ളാഹി നിസ്കരിക്കണത് കാബയ്ക്കാണ്. ആ വിഗ്രഹമുള്ള കാബിന്റെ ഉള്ളിലേക്കാണ്. ആ വിഗ്രഹമുള്ള കാബാലയത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് നബി എന്ത് ചെയ്തിട്ടുള്ളത്? നിസ്കരിച്ചിട്ടുള്ളത്. ഇനി എന്ത് മനസ്സിലാച്ചാൽ, ഇപ്പൊ നമ്മളൊരാളെ തുറന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, നമ്മളൊരാൾ ഇമാമാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താണുള്ളത് നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അത് ഓനായി അവന്റെ മനസ്സായി. നമ്മള് ലാഹിറ നോക്കിയാൽ മതി. അപ്പൊ ആ കാബയിൽ എന്തിന്റെ വിഗ്രഹമാണ്? ഈ ഇബ്രാഹിം നബിന്റെ വിഗ്രഹം. അതാ രസം. വിഗ്രഹത്തെ തച്ചുടച്ച ഇബ്രാഹിം നബിന്റെ വിഗ്രഹമാണ് ഇത്. വലിയ വിഗ്രഹം ഇവിടെ കാബിന്റെ ഉള്ളില്. എന്നാലോചിക്കാണ് അതങ്ങനെ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാല് തൗഹീദിന് വേണ്ടി പോരാടി അവസാനം എന്താ പറയാ, ചരിത്രം അങ്ങനെ വരിക. റസൂലുള്ളാഹി അള്ളാഹനെ വിളിച്ച് മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ പ്രവാചകനെ ആ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? അങ്ങനെ ഉണ്ടാവും. വിഗ്രഹത്തെ തച്ചുടച്ച് ഇബ്രാഹിം നബിന്റെ വിഗ്രഹം തന്നെ കുത്തിവെക്കണ പോലെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ റസൂലിനെ തന്നെ എന്ത് ചെയ്യുക? വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ചരിത്രത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഇതാണ് സംഭവം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് മാതൃകയല്ല. നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അതുണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികൾക്ക് എന്തുള്ളൂ? അധികാരം ഉള്ളൂ. ശരി, ഭരണം കിട്ടിക്കഴിഞ്ഞ് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണമായി കഴിഞ്ഞാൽ പിന്നെ റസൂൽ നിയോഗിച്ചതുപോലെ ഇല്ലാ സവൈത്തവും ഇല്ലാ തമസ്തവും എന്ന് പറഞ്ഞത് പിന്നെ വിഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ആല് സൗദിന്റെ നേതൃത്വത്തിൽ സൗദി ഗവൺമെന്റിന്റെ അധികാരം ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും കാലങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്ത് പിടിച്ചെടുത്തപ്പോൾ അവര് അവിടുത്തെ ജാറങ്ങളും മറ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടച്ചിട്ട ആൾക്കാർ വഹാബികൾ വന്നിട്ടില്ല, ആ ജാറം പൊളിച്ച് ഒരു തീവ്രവാദികളെ മറ്റൊക്കെ പറയും. അതെന്താ വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. അതങ്ങനെ തന്നെ ചെയ്യണം നബി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴാണ്? അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലാത്തടത്ത്, അധികാരം ഇല്ലാത്തടത്ത് ഒരിക്കലും അത്തരത്തിലുള്ള പണികൾ ചെയ്യാൻ പാടില്ല. ഇത് മാത്രമല്ല ഇസ്ലാമില് കട്ടവന്റെ കൈ മുറിക്കണം. അപ്പൊ അത് എപ്പോഴാ നിയമം? മോൻ കട്ട വാപ്പ കൈ മുറിച്ച, വാപ്പ കട്ട മോൻ കൈ മുറിക്കുക അല്ലല്ലോ. അതിന് നിയമങ്ങളുണ്ട്. ബദൽ ഇസ്ലാമിക ഭരണാധികാരികൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു
ഹിക്മത്തായിരിക്കും. അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഒരു മാർഗനിർദ്ദേശവും കൂടി ആയിരിക്കും. ഇതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന സമവാക്യം അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. അപ്പോൾ ഇബ്രാഹിം നബി ചെയ്ത പണി അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടായി. അതാണ് ശേഷം രാത്രികളിൽ അവർക്ക് തന്നെ ചിന്തിക്കാൻ അവസരം ഉണ്ടായി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹിക്മത്തുകൾ പ്രയോഗിക്കാം. പക്ഷെ ഇങ്ങനെയല്ല, ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഈ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ആരാധ്യ വസ്തുക്കളെയും ഒക്കെ ഹിക്മത്തിലൂടെ തകർക്കാൻ. അതെങ്ങനെ വെച്ചാൽ നല്ല സംസാരങ്ങൾ, ബുദ്ധിപരമായ സംസാരങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കഴിയും. മരിച്ചുപോയ മനുഷ്യനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിക്കുകയാണ്, ഒരു ജീവജാലവും ചെയ്യാത്തൊരു ബുദ്ധിശൂന്യതയാണല്ലോ മരിച്ചുപോയവരുടെ സഹായം ചോദിക്കുന്നത്. ജീവിതകാലഘട്ടത്തിൽ തന്നെ ഒരു രോഗം വന്നാൽ നമ്മൾ ഒരിടത്ത് പോകും. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ തെങ്ങ് കയറുന്ന ഒരു സഹോദരനാണ് കുട്ടിക്കൊള്ളി. സാധാരണ നമ്മൾ തെങ്ങ് കയറ്റക്കാരനായ ഒരു രാമൻകുട്ടി അല്ലെങ്കിൽ അമ്മൻകുട്ടി ഉണ്ടെങ്കിൽ അപ്പൊ രാമൻകുട്ടി പോകും. രാമൻകുട്ടി ഇതിന് വരുമോ? അപ്പം പറയാം എനിക്ക് സുഖമില്ല, പനിയാണ്. എന്നായിക്കോട്ടെ, ഞാൻ വേറെ ആളൊക്കെ കൊള്ളുന്നൊക്കെ പറയാം അല്ലേ. എനിക്ക് സുഖമില്ല, എനിക്ക് ശക്തി വർദ്ധിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോലും അറിയാം. ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും ഒരു രോഗം വന്നാൽ ശക്തി കൂടുതലാണ് കുറയല്ലേ ചെയ്യുക. അപ്പൊ നമ്മൾ സാധാരണ ഓരോട് ചോദിക്കുന്ന സഹായം പോലും എന്ത് ചെയ്യൂല, നമ്മൾ ചോദിക്കൂല. മനസ്സിലാണല്ലേ? നമ്മൾ ഓരോട് സാധാരണ ചോദിക്കുന്ന സഹായം പോലും ഓരോ ചോദിക്കില്ല. മരിച്ചിട്ടില്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നാ പിന്നെ ഇതെല്ലാം കൂടി കഴിഞ്ഞ് മരിച്ചാലോ പിന്നെ ആ മരിച്ച മയ്യത്തിനോട് സഹായം ചോദിക്കുന്ന ഇത്രയും വലിയ ഒരു ദോഷത്തരം ശരിക്കില്ലല്ലോ. പക്ഷെ ഇത്രയും വലിയ പൊട്ടത്തരം ആളുകൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതാണ് ഇബ്ലീസിന്റെ വിജയം എന്ന് പറഞ്ഞത്. മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ ഇബ്ലീസ് അത്രമാത്രം കുതന്ത്രങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പിന്നെ മരിച്ച ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം. അതിൽ അമ്പിയാക്കന്മാരെല്ലാവരും കണക്കാണ് മരിച്ചു കഴിഞ്ഞാൽ ഒയിന്നൊക്കെ മയ്യത്തുന്ന നബി, നിങ്ങൾ മയ്യത്താണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് പിന്നെ കാണാനും കേൾക്കാനും നീച്ചു വരാനും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടക്കാനും. ഇപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഞാനത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ കേരളത്തിൽ വന്നോ? നബി കേരളത്തിൽ വന്നോ? ഇല്ല. പക്ഷെ മരിച്ച നബി വന്നു. എന്തൊരു ഇടങ്ങാറിക്കാരം. ജീവിച്ചിരിക്കുമ്പോഴേക്കാളും ഇടങ്ങാറില്ല മരിച്ചിട്ട് വരാൻ. മരിച്ച നബി കേരളത്തിൽ വന്നു. അതല്ല, ഇടക്കര വന്നു, ജർമ്മനി വന്നു. പിന്നെ മരിച്ചിട്ട് നബിക്കൊരു റെസ്റ്റ് ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. അപ്പൊ ഇതൊക്കെ പൊട്ടൻ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസത്തെ തകർക്കാൻ ഇബ്രാഹിം നബി ചെയ്ത പോലെ ചില ഹിക്മത്തുകളൊക്കെ പ്രയോഗിക്കുക. പിന്നെ പക്ഷെ അത് ഈ രൂപത്തിലല്ല, ഹൃദയങ്ങളിലുള്ള വിഗ്രഹങ്ങളെ തകർക്കാൻ നമ്മുടെ സംസാരത്തിലൂടെയും ഹിക്മത്തിലൂടെയൊക്കെ. അതാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഹിക്മത്തുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ജാറങ്ങളൊക്കെ. ആലോചിക്ക്, ഏതെങ്കിലും ഒരു ജാറം സ്വയം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മുമ്പിൽ വരച്ച് ആരിൻ്റെ ജാറുണ്ടാക്കട, ഞാൻ ഒറ്റക്ക് ഉണ്ടായിക്കോളാം എന്നാരെയും പറഞ്ഞിട്ടുണ്ടോ? മരിച്ച ഏതെങ്കിലും മനുഷ്യൻ സ്വയം കുളിച്ചിട്ടുണ്ടോ? കുളിച്ചണോ? മരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വയം കഫംപടം എടുത്ത് അണിഞ്ഞിട്ടുണ്ടോ? സ്വയം കഫംപട പോലും അണിയാത്ത, സ്വയം കുളിക്കാൻ പോലും ശേഷിയില്ലാത്ത ആ മയ്യത്തിനോടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണത്? നമുക്ക് സഹായം ചോദിക്കും. എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ ഏറ്റവും വലിയ പൊട്ടത്തരത്തിനാണ് ശിർക്കാണല്ലോ. ശിർക്കിനേക്കാളും വലിയ പൊട്ടത്തരം വേറെ എന്താണല്ലോ. കാരണം മറ്റൊക്കെ എന്താ വെച്ചാൽ ഒരു വിചാരമാണെങ്കിലും ഒരു കട്ടെടുക്കലാണെങ്കിലും അതിലൊക്കെ എന്താ വെച്ചാൽ ഒരു ഭൗതികമായിട്ടൊരു മാക്കൂലെങ്കിലും ഉണ്ട്. പലിശ വാങ്ങണമെങ്കിൽ എന്തുണ്ട്? ഒരു ഭൗതിക ലാഭം കിട്ടുന്നുണ്ട് അല്ലേ? അതല്ലെങ്കിൽ പിന്നെ അവൻ്റെ പൈസ കട്ടെടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടത്തിയാൽ അവന് ഭൗതികമായിട്ട് ലാഭം കിട്ടുമെന്ന് നിൽക്കാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടത്തരമാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന്മാരെ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നുള്ള വേറെ കാര്യം. ലോകത്ത് ഏതെങ്കിലും ചുറ്റുകൾ ശിർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു പൂച്ച എലിയെ ആരാധിക്കും? ഇല്ലല്ലോ. ഒരു പട്ടി ഒരു പശുവിനെ ആരാധിക്കും? ഇല്ലല്ലോ. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കും. മനുഷ്യൻ ബുദ്ധി ഉണ്ട് എന്നിട്ടും ആരാധിക്കുന്നുണ്ട്. എന്നാ ബുദ്ധി ഇല്ലാത്ത പശു മറ്റൊരു പശുവിനെ ആരാധിക്കും. അതാണ്
അള്ളാഹ് ചോദിക്കുന്നത് മുറൂനി അള്ളാഹ് അയ്യുൽ ജാഹിദ് ചെയ്താൽ നിങ്ങൾ ജാഹിദുകളാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷെ നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ നമ്മുടെ ബഹുമാന്യ ഹാരിസ് ബിൻ സലീം അദ്ദേഹം കുറച്ച് പ്രയാസത്തിലാണ്, അസുഖം ബാധിച്ച് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. നമ്മൾ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഒന്നിച്ച് മീറ്റിങ്ങിനുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് വേദന വന്ന് അദ്ദേഹം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞരമ്പിൻ്റെ പ്രധാന ഞരമ്പ് ശരീരത്തിലേക്ക് പോകുന്ന ഞരമ്പിൽ ഒരു വിള്ളൽ വന്നതാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോഴും പൂർണ്ണമായും ശിഫയായി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മുടെ ഒരു മുസ്ലിമിന് വേണ്ടി അദ്ദേഹത്തിന് അതായത് അഭാവത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഉത്തരമുണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ പ്രബോധനത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ചും പീസുകളൊക്കെ കേൾക്കുന്ന ആളുകൾ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പുതിയൊരു വട്ടം കേൾക്കാത്ത ആളുകളുണ്ടാവില്ല. പീസ് റേഡിയോ തുടങ്ങിയത് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എത്രയോ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രയാസങ്ങളുമെല്ലാം അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.